പ്രിയപ്പെട്ട പ്രവാസികളുടെ ഉമ്മമാരെ, ഉപ്പമാരെ, ഭാര്യമാരെ, സഹോദരി സഹോദരന്മാരെ, പ്രവാസികൾക്ക് വേണ്ടി നാട്ടിൽ കാത്തിരിക്കുന്ന എല്ലാ കുടുംബങ്ങളോടുമായിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. നിങ്ങളെല്ലാവരും ഇപ്പൊ ന്യൂസുകളിലൊക്കെ കണ്ടു കാണും. ഗൾഫ് രാജ്യങ്ങളിൽ നടക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളെ കുറിച്ച് വളരെ ഭയാനകമായ രീതിയിലാണ് ന്യൂസ് ചാനലുകൾ ഇതൊക്കെ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും കേട്ട് നാട്ടിലുള്ള ആളുകളാരും നിങ്ങളാരും പാനിക്കാവേണ്ട ആവശ്യമില്ല. ഇവിടെ ഓരോ രാജ്യത്തും ഇവിടുത്തെ ഗവൺമെന്റ് നമുക്ക് വേണ്ടി ഭയങ്കര സപ്പോർട്ടാണ്. പ്രശ്നങ്ങളുള്ള ഏരിയയിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഇവിടുത്തെ ഗവൺമെന്റ് വളരെയധികം സപ്പോർട്ടാണ്. പിന്നെ ന്യൂസ് ചാനലുകളെ കുറിച്ച് നമുക്ക് നല്ലോണം അറിയാം. കൊറോണ വന്ന സമയത്തായാലും പ്രളയം വന്ന സമയത്തായാലും ഇപ്പൊ ഈ ഒരു പ്രശ്നം വന്ന സമയത്തായാലും അവർക്ക് പ്രാധാന്യം അവരുടെ റേറ്റിംഗ് കൂട്ടുക, അവരുടെ ചാനലിന്റെ റേറ്റിംഗ് കൂട്ടുക എന്നുള്ളത് മാത്രമാണ്. അതിനു വേണ്ടിയിട്ട് അവർ എത്ര ഭയാനകമായ രീതിയിലും വാർത്തയെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ കേട്ട് ഞങ്ങൾ പ്രവാസികളായ ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങൾ നാട്ടിൽ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അവരൊക്കെ ആകെ പാനിക്കായിക്കൊണ്ടിരിക്കുന്നു. ദയവ് ചെയ്ത് ഈ വാർത്താ മാധ്യമങ്ങളോടും ഓൺലൈൻ മാധ്യമങ്ങളോടാണ് പറയുന്നത്, ഇല്ലാത്ത കഥകൾ പടച്ചു വിടാതിരിക്കുക. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ നാട്ടിലുള്ള ഞങ്ങളെ കുടുംബങ്ങളോടാണ് പറയുന്നത്, ഞങ്ങളിവിടെ സേഫാണ്, ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഗവൺമെന്റ് നല്ല സപ്പോർട്ടാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് വീണ്ടും പഴയ രീതിയിലാവാനും വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. വീണ്ടും പറയാണ്, പ്രവാസികളുടെ കുടുംബങ്ങളോട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും സേഫാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, പഴയ രീതിയിൽ എല്ലാം പഴയ രീതിയിലാവാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നിർത്തുന്നു.